ഹേ ഗായ്സ്, ഇടുക്കീൻ്റെ ഏതോ ഒരു മൂലയിൽ ഒരു മല കയറിക്കൊണ്ട് നിൽക്കുകയാണ്. റെസ്ട്രിക്റ്റഡ് ഏരിയ ആണോ എന്താ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഏതായാലും ഞങ്ങളൊരു 5-8 കയറിയിരിക്കണേ. 2 അവിടെ, ഇവിടെ, അവിടെ, ഒന്നാതാണ്ട് അവിടെ. കയറി പോണ വഴിക്കൊരു 2-3 കുരിശുണ്ട്. ടോപ്പിൽ താഴെ നോക്കി ഒരു വലിയ കുരിശ് കാണായിരുന്നു. ഒരു ചെറിയ കുരിശ് അവിടെ ഉണ്ട്. പക്ഷെ അത് കയറാൻ ഒരു ഇടത്തരം കയറ്റാണെങ്കിലും അല്ലാണ്ട് വ്യായാമവും കാര്യമൊന്നും കുറച്ച് കാലമായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരണപ്പ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ കയറാണ്. ഇടയ്ക്കിടയ്ക്കുള്ളത് ഫസ്റ്റ് റെസ്റ്റാണ്. അങ്ങനെ ഇവിടെ നിന്നുള്ള വ്യൂ ലെവലാണ്. പിന്നെ ടോപ്പിലെത്തിയുള്ള അവസ്ഥ എന്താണെന്നുള്ളത് കയറിയൊക്കെയല്ലേ ഞാൻ അറിയുള്ളൂ. അങ്ങനെ ഏതായാലും ടോപ്പൊക്കെ ഒന്ന് കയറി വെക്കാം. കുറച്ചുകൂടി കയറി പോകാനുണ്ട്. ടൊമ്മോ നമ്മളെ അങ്ങനെ ഗ്രിപ്പില്ലാത്ത ചെരുപ്പൊക്കെ ആയിട്ടാണ് വരുന്നത് വെച്ചാൽ കയറാൻ കുറച്ച് പണിയുണ്ടാവും. നിലവിലൂടെ ഇടുക്കി മഴ ആയതുകൊണ്ട് തന്നെ നനഞ്ഞിട്ടാകെ ചെളിയും വല്ലാതെ സ്ലിപ്പറിയാണ്. നിങ്ങൾ വരുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ട് വരിക. അല്ല, ഏതേ മല കയറാൻ ഫോണുണ്ടെങ്കിൽ പോവുക. അണച്ച് കഴിച്ച നോക്കിയാ വ്യൂ നോക്കിയാ. വരുന്ന 15 മിനിറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്. അതിലൂടെ കയറി നോക്കാം. പൊന്നെ നോക്കലേ കയറാങ്ങട്. മൂന്നാമത്തെ കുരിശ്. നിലവിലിപ്പോൾ നാട്ടി വെച്ച കുരിശുകൾ താഴെ 1, 2, 3 ഇപ്പോൾ കണ്ടത്. പിന്നെ നടക്കണ ടൈപ്പ് കുരിശുകൾ 1, 2, 3, 4 അവിടെ. 1 നില പോയി, 1 ഞാനും, 6 കുരിശ്. അങ്ങനെ ടോട്ടലിപ്പോൾ 6, 3, 9. ഏറ്റവും ടോപ്പിലൊരു വലിയ കുരിശുണ്ട്. കുട്ടി 10 കുരിശ്. കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ബാക്കി കയറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടൊമ്മോ ഒരുത്തൻ ഇവിടെ താഴെ എത്തിയിട്ടുണ്ട്. 2 പേരും ഇപ്പോഴും താഴെ നിന്ന് പോന്നിട്ടില്ല. കോടയൊക്കെ ഏകദേശം പോയി തുടങ്ങി. ഞങ്ങളിത് കണ്ടെത്താനേ കുറച്ച് ലേറ്റായി. ഈ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്ഥലം മാറി ഇതുപോലൊരു സ്ഥലം മറ്റേ ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ട് അത് നോക്കിയാണ് വന്നിരുന്നത്. പക്ഷെ ഞങ്ങൾ പോയ സ്ഥലം മാറിപ്പോയി. അങ്ങനെ വെളുപ്പിന് അവിടെ പോയി. അവിടെ കാര്യമായ കാഴ്ചകളൊന്നും ഉണ്ടായില്ല. ടൈമൊക്കെ വെറുതെ അങ്ങ് പോയി. പക്ഷേ രാവിലെ ഇങ്ങോട്ട് വരികയായിരുന്നെങ്കിൽ നൈസ് വ്യൂ കിട്ടിയാനെ. ഇതിപ്പോൾ പറയാൻ പറ്റണില്ല ഗൈസ്. മേലെ എത്തുമ്പോഴേക്ക് കിറങ്ങി വീഴുമെന്നാ പള്ളി. ഇത്രയും കൂടെയാണല്ലേ. ഏകദേശം ഒരു 3/4 ഭാഗം നമ്മൾ കയറി കഴിഞ്ഞു. നൗഫലവിടെ ടോപ്പിലൊരു കല്ലിൽ കയറിയിട്ടുണ്ട്. അടുത്തൊരു കുരിശും. നമ്മൾ ബാക്കിയൂടെ കയറുകയാണ്. ആകെ ഒരു വേർക്കലും ഹൃദയമിടിപ്പ് 3x സ്പീഡിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാവും എന്തോ. ഇനിയിപ്പോൾ ബൈക്ക് എടുക്കണമെങ്കിൽ ഈ കാണുന്നില്ല, ഇറങ്ങി അങ്ങ് താഴെ ചെറിയൊരു ബിൽഡിംഗ് ആണല്ലേ, അവിടെ എത്തും വേണം. പിന്നെ ഗായ്സ് ടാസ്ക്കാണ്, എന്നാലും വേണ്ടില്ല. വിചാരിച്ചടുത്ത് എത്തണം.
ഓ പടച്ചോനെ, എങ്ങട്ടടാ? ഓ നോഫല് ഇവിടെയാണ് ഉണ്ടായിരുന്നത്, അതാ പിന്നെയും കയറി പോണേ. എങ്ങോട്ടാണോ എന്തോ ഇതൊക്കെ കയറി. ആ ഞങ്ങളുണ്ടോ വലിയ കുരിശ് ഇതുകൊണ്ട് അപ്പട്ടേന്ന് തോന്നുന്നു. കാണുന്നുണ്ടോ? കാണാൻ ചാൻസ് ഇല്ലല്ലോ. ഓ കാണാൻ ചാൻസ് ഇല്ല. അങ്ങ് ടോപ്പിലാണ്. ഓ ഇതും കൂടെ കയറി അങ്ങോട്ട് എത്തുക പറഞ്ഞാൽ ടാസ്ക്കാണ്. ഞാൻ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് കയറാം. കാരണം ഒരു അണക്കലുണ്ട്. ഓ ഗൈസ്, ഹെവി വ്യൂ. ഓക്കെ, നൈസ് സ്ഥലം. പക്ഷേ കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് തന്നെ കാഴ്ച കുറച്ചൊന്ന് മോശമായി. എന്നാലും വേണ്ടിയില്ല, അടിപൊളി. രണ്ടുപേരും ഇറങ്ങി വരണേ ചെയ്യണ്ടേ. മേലേന്ന് അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു ട്രക്കിങ്ങിന് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് കയറാം. ഒരു 3 പേരൂടെ താഴെ നിന്ന് കയറി വരാനുണ്ട്. ഒരുത്തൻ ഇവിടെ എത്തിയിട്ടുണ്ട്, അവരൊക്കെ ഒന്ന് എത്തിക്കോട്ടെ. ഓ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാനിരുന്നതാണ്. താഴ്ഭാഗം മൊത്തം കൂടെ വന്ന് മൂടാൻ തുടങ്ങി. വ്യൂ പിന്നെ നൈസായി വരുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ടൈം 9 കാണേണ്ടത് 9:40 9:40 ആ 2 പേരത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴതാ മേലെ. പക്ഷെ ഞങ്ങളിതിൻ്റെ യാത്ര കയറ്റം കണ്ടിന്യൂ ചെയ്യണം. വലിയ കുറച്ച് നേരം റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ വലിയ കിതപ്പ് കണപ്പൊന്നുമില്ല. ആ ഒരു ഫ്ലോയിൽ കുറച്ചുകൂടെ അങ്ങോട്ട് കയറി കിട്ടിയാൽ നൈസാവും. നോക്കിയേ, കൂടെ കയറി 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 വരികയാണ്. താഴെ ചങ്ങന്മാരൊന്നും കാണില്ല. അതാ 2 കുരിശ് കണ്ടോ, കൂടെ കയറി വരണേണ്ടാ, കണ്ട കയറി വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ടോപ്പ് കയറണം. ടോപ്പ് കയറാന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിളല്ല. എന്നാലും നമ്മൾ കയറാണ്. ഭയങ്കരമായിട്ട് കാല് സ്ലിപ്പാവുന്നുണ്ട്. കാരണം ഒന്നാമത് ചെരുപ്പിന് ക്രോക്സാണ്. ക്രോക്സിന് ഗ്രിപ്പ് ഏകദേശം തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലപോലെ സ്ലിപ്പാവുന്നുണ്ട്. നിലം ഞാൻ കാണിച്ചു തരാം. നനഞ്ഞിട്ട് ഉണ്ടോ ഒരുമാതിരി നനവുള്ള പോലത്തെ മണ്ണാണ്. അപ്പോൾ ചെരുപ്പിന് ഗ്രിപ്പ് കൂടി ഇല്ലെങ്കിൽ പിന്നെ പറയും വേണ്ട. ആ കുട കയറി കയറി ഇവിടെ എത്തി. ഓക്കെ ആ സൈഡ് എങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പിലെത്തണം വിചാരിച്ചിരുന്നു. കുട മൂടി കഴിയുമ്പോഴേക്കെങ്കിലും അവിടെ എത്തിയാൽ മതിയായിരുന്നു. ടോപ്പിൽ മുന്നിലൊക്കെ പോകുന്ന ഇവിടെ ഇരുന്ന് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എമ്പാടുമോ അത് ടോപ്പല്ലേ ആ കാണുന്നത്? അവിടെ നിന്നുണ്ടോ? ഇതിൻ്റെ ഇരട്ടിയാ? അങ്ങനെയാണെങ്കിൽ ഈ പ്ലാൻ ഇവിടെ ഡ്രോപ്പാക്കേണ്ടി വരുമോ? ഒന്നാമത് ഫോണിൽ ചാർജില്ല, അവിടെയാണ് നെറ്റ്വർക്കും കിട്ടണില്ല. ഇതൊരാവശ്യം വന്നാൽ ഒരാളെ വിളിക്കാൻ കൂടിയുള്ളൊരു സൗകര്യം ഉണ്ടാവില്ല. ഓക്കെ, ബാക്കിൽ നോക്കി മൊത്തം കുറെ ഒന്ന് മൂടി തുടങ്ങി. ഞാനങ്ങനെ കയറുന്നു. നിങ്ങൾ നേരത്തെ കണ്ട താഴ്ഭാഗം ഒന്നും ഇപ്പോൾ കാണുന്നുണ്ടാവില്ല. ഒക്കെ കുടയിൽ മൂടി തുടങ്ങിയിട്ടുണ്ട്. കുട കയറി കയറി വരികയാണ്. ഏറ്റവും വലിയൊരു പറ്റി എന്താ വെച്ചാൽ വെള്ളം എടുത്തില്ല. പക്ഷെ വെള്ളം കുടിക്കണം തോന്നിയാൽ പോലും കുടിക്കാൻ വയ്യ, കാരണം എടുത്തിട്ടില്ല. അടച്ചോനെ
ഇനി എത്ര കയറാളെ ഒരു തലയും വാലും കാണില്ല കേട്ടോ. സീനാണ് പൈസ. അപ്പോഴേ നമ്മൾ ഈ ഈർത്തം കുറച്ച് നേരമായി തുടങ്ങിയിട്ട് നല്ല രീതിക്ക് വെള്ളത്തിന് നയിക്കുന്നുണ്ട്. ഇപ്പം എത്ര അടി ഇങ്ങോട്ട് കയറി എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. അങ്ങനെ ചെറുതായിട്ട് മഴ ചാറ്റണുണ്ട്. അപ്പം നമുക്കിനി മേലോട്ട് കയറാൻ പറ്റിയൊരു സാഹചര്യം അല്ല ഉള്ളത്. പിന്നെ രാവിലെ പുലർച്ചെ പോകുന്നതാണ്, ഒരു 3 മണിയായപ്പോൾ പോകുന്നതാണ്. പച്ച വെള്ളം കുടിച്ചില്ല നേരം വരെ. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് ബോഡിക്ക് ഉണ്ട്. ഇതാണ് പറഞ്ഞത്, നല്ല രീതിക്ക് സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ ഇറങ്ങാൻ മഴ കൂടെ പെയ്തു കഴിഞ്ഞാൽ ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ ഇറങ്ങാണ്. താഴത്തെ വ്യൂ കാണിച്ചു തരാം. ഫുള്ള് കോടയിൽ മൂടി തുടങ്ങിയല്ല. ഈ ഭാഗമൊക്കെ ഏകദേശം ഫുള്ള് കോടാന്ന് മൂടി. അടിഭാഗമൊന്നും കാണില്ല. നമ്മളാണിപ്പോൾ ഏറ്റവും ടോപ്പിൽ വരെ വന്നിട്ടുള്ളത്. 3 പേര് അവിടെ, 2 പേര് താഴെയാണ്. ഞാനിവിടെ മേലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോണിങ്ങനെ പിടിച്ചുകൊണ്ട് ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് പോസിബിളല്ല. അതുകൊണ്ട് അതിന് ബാക്കിയുള്ള വിവരങ്ങൾ താഴെ എത്തിയിട്ട് പറയാം. ഇങ്ങനെ കൈ പിടിച്ചിറങ്ങാൻ വയ്യ. പുല്ലിലും കമ്പിലൊക്കെ പിടിച്ച് വേണം ഇറങ്ങാൻ. കാരണം നല്ല രീതിക്ക് സ്ലിപ്പാകുന്നുണ്ട്. നേരത്തെ വീഴാൻ പോയി നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ബാക്കി വിവരങ്ങൾ താഴെ എത്തിയിട്ട് പറഞ്ഞ ഗൈസ്. പൊന്നേ, ഇതിലൊക്കെ ഇറങ്ങി പോണെങ്കിൽ ഇതൊക്കെ ഒരു വൈബേനി. എന്ന് വെച്ചാൽ ഒരു 5 കൊല്ലം മുന്നേ. ഇതിപ്പോൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പണിയും, അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഒരു ദിവസം ബാക്കിയുള്ള ഉറങ്ങിയെടുത്ത് തീർക്കും ചെയ്യും. 12 മണിയാകുമ്പോൾ എണീക്കുക, ബിരിയാണി അടിക്കുക, വരിക, പിന്നെ കിടന്നുറങ്ങുക. ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോഴത്തെ ഏർപ്പാടുകൾ. സോ ആരോഗ്യം കമ്മി. അതുകൊണ്ട് പണ്ടത്തെ മാതിരി ഇങ്ങോട്ട് തുള്ളിച്ചാടി മണ്ടാൻ പറ്റണില്ല. എല്ലാവരും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഒരു 20 വയസ്സ് വരെയൊക്കെ ഉണ്ടതിനെ ആ ഒരു എനർജി ഒന്നും ഇപ്പോൾ 20 വയസ്സിലുള്ള ഇപ്പോഴത്തെ കുട്ടികൾക്കും ഇല്ല. അത് കഴിഞ്ഞേരെ നമുക്കില്ല. ഏതായാലും തെളിഞ്ഞ് വരുന്നുണ്ട്. ഇറങ്ങിയപ്പോൾ ഒരു സൈഡ് തെളിയുണ്ടായാലും മറ്റേ സൈഡ് കുട കയറി പോയി തന്നെയാണ്. നൈസ്. ഏതായാലും ഒരു കുറേ കാലത്തിന് ശേഷം തടി അനിയപ്പോൾ നിന്നാണ്. ഏതായാലും നൈസായി. മുഴുവൻ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. എന്നാലും വേണ്ടില്ല, കയറിയെടുത്തോളം കയറിയല്ലോ. നല്ല ഇറങ്ങാണ്. നേരത്തെ പറഞ്ഞ മാതിരി ബാക്കി ഇനിയിപ്പോൾ താഴെ എത്തിയിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ നടന്നു പോകണം. കാലിങ്ങനെ കാണിച്ചെന്നാൽ നിങ്ങൾക്കും വലിയ ഹൈബൊന്നും ഉണ്ടാവില്ല. ശരിയില്ലേ? പിന്നാണെങ്കിൽ ഫോണിൽ ചാർജും തരും. അപ്പോൾ താഴെ പോയിട്ട് തന്നെ പോയി അപ്പോൾ തെറ്റിക്കില്ല. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ താഴെ എത്തിയിട്ട് പറഞ്ഞുതരാം ഗൈസ്. സിനാനെ കിട്ടി. ഞാൻ 2 അടിപ്പിച്ചോളാം. ഇറങ്ങിക്കോളി എങ്ങനെമാരെ. മഴയോട് പെയ്താൽ തൊള്ളാട്ടേണ്ടി വരും. വീഡിയോ കട്ട് ചെയ്തില്ല. ലേശം കോംപ്ലിക്കേറ്റഡ് ആണ്. ഇറങ്ങിയപ്പോൾ കോട പിന്നെയും കയറണേ. അലാഖൻ്റെ അവലും കഴിഞ്ഞ് മഴ പെയ്യണ മാതിരി ഒരു വൈബ് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല തണുപ്പ് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. വൈബ് തന്നെ. ഞങ്ങൾ നല്ലതായിട്ട് ഇറങ്ങാൻ നോക്കുക. ഞാനൊക്കെ അതൊരു മണിക്കൂറായിട്ട് ഇവിടെ ഒത്തിരിക്കണേ. നമ്മളിപ്പോൾ ഇടുന്ന വരുന്നറിയോ, ആ കാണുന്ന കുരിശിൻ്റെ മേലേന്നാണ് സംഭവം. ഇപ്പോൾ പറഞ്ഞു തരുമ്പോൾ കുറച്ചേ ഉള്ളൂവെങ്കിലും കയറാനിറങ്ങാനില്ല. പണിയല്ല. ഞാൻ അവിടെ ഇറങ്ങിയോട് പേടിയാ എങ്ങനെ സ്ലിപ്പായി നോക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ക്യാമറ കിട്ടൂലേ? ഉളുപ്പില്ലാത്ത ഞാൻ സ്ലിപ്പായി എനിക്ക് കുഴപ്പമില്ലേ മേ തോള്ള. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളെ താഴത്തെത്തിയിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു ഞാൻ സീനാണ്. ഓക്കെ ഗൈസ്.
ഏകദേശം ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. താഴെ കാണുന്ന റോഡാണ്. നമ്മൾ മൂന്നാൾ ഒരുമിച്ചുണ്ട്. 3 ആൾ വേറെ ടീമായിട്ട് വീട്ടിലുണ്ട്. പിന്നെ പറയാനുള്ളത്, ആരെങ്കിലും ഇങ്ങനത്തെ മലയും കാടൊക്കെ കയറാൻ പോകുന്നുണ്ടെങ്കിൽ കഴിയുന്നതും എല്ലാവരും ഒരുമിച്ച് നടക്കുക. പിന്നെ ഗ്രിപ്പുള്ള ചെരുപ്പിടുക. തിന്നാനും കുടിക്കാനൊക്കെ എന്തെങ്കിലും കരുതുക. തിന്നിട്ടും കുടിച്ചിട്ടും പോവുക. അതൊക്കെയാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ ഈ കാട്ടുമുക്കിലൊക്കെ പോകുമ്പോൾ സംഭവമൊക്കെ വൈബ് തന്നെ, നൈസ് തന്നെ. എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും. ഇപ്പം തന്നെ ഈ പരിസരത്തൊന്നും ഒരു കടയോ കാര്യങ്ങളോ ഇല്ല. ഓക്കെ, അങ്ങനെ വഴി അങ്ങോട്ട് പോയിട്ട് അവിടെ ചെറിയൊരു ടേണിംഗ് ഉണ്ട്. അവിടെ കൊണ്ട് വഴി തിരും. അവിടെ കൊണ്ട് തിരില്ല, പിന്നെ ചെറിയൊരു വഴിയായിട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അത് വേറെ ഇങ്ങോട്ട് എത്തുമെന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. പിന്നെ നമ്മൾ വന്ന വഴി ഇതാണ്. പിന്നെ അപ്പുറത്തേക്കൊക്കെ ഉള്ളത് റിസോർട്ടുകളാണ്. റിസോർട്ടിലുള്ളവർക്കുള്ള ഫുഡും വെള്ളം അല്ലാണ്ട് വേറെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള കടകളൊന്നും പുറത്തൊന്നും കാണില്ല. അപ്പോൾ കഴിയുന്നതും എന്തെങ്കിലും വെള്ളവും സാധനമൊക്കെ ആയിട്ട് വരിക. ഞങ്ങൾ ഏതായാലും വെള്ളമൊന്നും എടുത്തില്ല. ഇതിവിടെ താഴെ എന്തോ ഒരു ബിൽഡിങ് കാണുന്നുണ്ട്, ഒരു ഗ്രില്ലൊക്കെ ഉള്ളൊരു ബിൽഡിങ്. അതിന് മേലെ കുറച്ച് പേരുണ്ട്. അവരെങ്ങനെ അങ്ങോട്ട് പോയാവോ. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ വെച്ചിട്ടുള്ളത് മേലെ ഭാഗത്തവിടെ ആ കാണുന്ന ചെറിയ ബിൽഡിങ്ങിൻ്റെ അടുത്താണ്. അപ്പം അങ്ങോട്ട് നടക്കാണ്. ഓ, അത്യാവശ്യം ടയേർഡായിട്ടുണ്ട്. ഓ, അങ്ങനെ ടോപ്പിലങ്ങോട്ട് എത്തി കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ പിന്നെ ആകെ ബോഡിക്കൊരു ഒരു തണുക്കലും ചെറിയൊരു വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയും ആകെ ക്ഷീണം പിടിച്ച അവസ്ഥ. അപ്പോൾ നമ്മൾ പിന്നെ ചെറിയൊരു മഴയും കൂടെ ആയപ്പം എല്ലാം ഇങ്ങോട്ട് ഇറങ്ങിയത്. മഴയായിരുന്നില്ല, ചെറിയ മഞ്ഞ് വീണ പോലത്തെ ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിയത്. നമ്മൾ വണ്ടികളുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി എടുത്ത് നമ്മൾ റിട്ടേൺ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ സ്പോട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് അറിയില്ല ഈ സ്ഥലം എവിടെയാണ് എന്താണ്. അല്ലെങ്കിൽ ഇടുക്കിയിലൊരു സൈഡാണെന്നറിയാം. ഇതിനി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണോ, ആൾ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. ഇനി അറിയുന്നവരാരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ഇട്ടേക്കുക. കയറാൻ പറ്റുന്ന ഏരിയ ആണെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കയറിക്കോട്ടെ. സ്ഥലം ഏതാന്ന് പറയുന്നവർ ജസ്റ്റ് ഒരു കമൻറ്റ് ഇടുക. അപ്പോൾ ഞങ്ങളേതായാലും തൽക്കാലം ഇവിടുന്ന് വേറെ ഏതെങ്കിലും സ്പോട്ടിലേക്ക് പോവാണ്. നിലവിൽ നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. ഒന്നും കഴിച്ചില്ല. ഒരു 3-3:30-4 മണിക്കായപ്പോൾ ഇറങ്ങിയതാണ്. വെള്ളം പോലും കുടിച്ചില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്ത സ്പോട്ടിൽ നിന്ന് വീണ്ടും കാണാം. ഓക്കെ.